ദിവസം പോലും ഒരു രാത്രി പോലും ശരിക്കും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സ്വസ്ഥത ധർമ്മം അത് കൊണ്ടേ തീരുള്ളൂ. ഇവിടുന്നല്ലെങ്കിൽ അവിടെ ഭർത്താവിന് വേറെ ഒരു പെണ്ണിനെ കിട്ടും ചെയ്യും. അവര് സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ആര് വീട്ടിൽ പണ്ട് പാത്രം കൈ കൊടുത്താൽ അവനാന്റെ ഉപജീവന മാർഗം കഴിയും. ഇന്നത്തെ കാലത്ത് ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് നമുക്ക് കിട്ടല് എപ്പോഴും അതിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പോ ജീവൻ വരെ അപകടത്തിലാവുന്ന ലെവലിലാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഒരു ജസീല എന്നൊരു പെൺകുട്ടി 2 കുട്ടികളുടെ ഉമ്മയാണെന്നാണ് അറിഞ്ഞത്. അപ്പൊ അവരുടെ ഒരവസ്ഥ, അവര് സ്വന്തം ജീവൻ ഒടുക്കിയത് ഇതേപോലെ ഒരു സഹായം ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ്. മറിച്ച് അവർക്ക് തിരിച്ചു കിട്ടിയത് ഒരു കള്ളത്തി എന്ന പേര്. കള്ളത്തി മാത്രമല്ല, പല രീതിയിലും അവരെ അപമാനിച്ചു. ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഇവര് സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. തൊട്ട അടുത്ത കൂട്ടുകാരിന്റെ വീട്ടില് കല്യാണത്തിന് പോയി സഹായിച്ചു കൊടുത്തതാണ്. തടിയും നെയ്യും മറന്ന് ഉപകാരം ചെയ്തു കൊടുത്തതാണ്. തിരിച്ച് അവർക്ക് കിട്ടിയത് എന്താ? അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു, അവരുടെ ജീവനും നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ഇന്നത്തെ കാലം അതാണ്. കഴിയുന്നതും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ശരിക്കുള്ള ഒരു ഇത്. അപ്പൊ അവര് ജീവൻ, പക്ഷെ അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. കാരണം നമ്മുടെ നിരപരാധിത്വം തെളിയിക്കല്, നമ്മള് ജീവനോട് നിന്ന് പൊരുതി അവർക്ക് സത്യം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതിന് ആയുസ്സും ആരോഗ്യം തരാനും നമ്മുടെ മനസ്സിന് ശക്തി തരാനും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കൂടെ റബ്ബ് തീർച്ചയായും ഉണ്ടായിരിക്കും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇതൊന്നും ആരും ഒരു പാഠമാക്കി എടുക്കരുത്. കാരണം അങ്ങനല്ല, അനുകരിക്കരുത്. പാഠമാവണം, അനുകരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോ ചിലർക്ക് തോന്നും അതന്നെ നമ്മള് ഇപ്പോ നമുക്കത് സത്യം തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളവിടെ ജീവൻ ഒടുക്കിയാല് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പിന്നെ അത് തെളിഞ്ഞു വന്നോളൂ എന്നല്ലെങ്കിൽ നാളെ എപ്പ തെളിയാന്? ആര് തെളിയിക്കാന്? ആരും തെളിയിക്കൂല. ആർക്കും ആവശ്യമുള്ളത്? ആർക്കും ആവശ്യമില്ല. ആവശ്യമുള്ള ആള് മരണപ്പെട്ടു പോയി അല്ലെ. അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു വീഡിയോസ് ചെയ്യാനും കുറച്ച് ദിവസത്തെ ഒരു പുകയുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം കൊണ്ട് കഴിഞ്ഞു. കാരണം പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്നാണ്. അപ്പം ആ കാര്യം കൊണ്ട് ഒതുക്കാൻ പറ്റുന്നവർക്ക് ഒതുക്കാനും പറ്റും, നിൽക്കാൻ പറ്റും. പക്ഷെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അത് ഒരിക്കൽ പോലും നഷ്ടപ്പെടൂല. അത് ഇന്നല്ലേ നാളെ ദുനിയാവിന്നും നാളെ ആഖിറത്തിന്നും അത് തെളിവായിട്ട് തന്നെ കിടക്കും അല്ലെ. അതിന്റെ ആ വാക്കുകളൊക്കെ ഭയങ്കര, ജസീലയുടെ വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനത് എന്നോ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭയങ്കര ബിസി ആയത് കാരണം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ 2 വാക്കെങ്കിലും നമുക്ക് പറഞ്ഞിടാല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഓർക്കണം. മെയിൻ ആയിട്ട് വരേണ്ടത് നമ്മുടെ ജീവിതമാണ്. അത് ഭർത്താവ് നമ്മളെ കൂടെ നിന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്തിനാ അവനവന്റെ ജീവൻ ഒഴിവാക്കേണ്ട ആവശ്യം? നമ്മളെ പ്രതി നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ പറ്റൂ. മാത്രല്ല, ഇത് സത്യം തെളിയിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വേണം എനിക്കത് തെളിയിച്ചു കൊടുക്കാനെന്നുള്ളത്. പോലീസ് സ്റ്റേഷൻ ആവട്ടെ, പോലീസുകാരാവട്ടെ, നാട്ടുകാരാവട്ടെ, എല്ലാവരും ലോകം മൊത്തം തന്നെ എതിര് നിന്നാലും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവം നമ്മളെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു സങ്കടവും ഇല്ല. നമ്മളെ റബ്ബും നമ്മളും അറിയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തില് നമ്മൾ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മളത് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് തുറന്ന് നമ്മൾ ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടും. പക്ഷെ മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പൊ ഈ കാര്യത്തിനും ഒരു പരിഹാരമല്ല. ഞാൻ മരിച്ചിട്ടെങ്കിലും അത് തെളിയിച്ചിട്ട് കാര്യത്തില്ലാഞ്ഞിട്ടാണ്, മനസ്സിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണ് അതിന്റെ ഉമ്മയും ബാപ്പയും കൂടെ വിഷമിക്കുന്നത്. അത് കാണുമ്പോൾ അതിന് ഭയങ്കര സങ്കടം വരികയാണ്. അപ്പൊ ആ ഒരു സംഭവം കൂടെ ഞാൻ കാരണമാണല്ലോ എന്ന്. പിന്നെ മാത്രല്ല, പൊതുവേ ഉള്ളതാണ്, എന്ത് കാര്യത്തിന്റെ മേലെ ജയിക്കണമെങ്കിൽ അപവാദങ്ങൾ പറയണം. കള്ളത്തരം മാത്രം പോരാ. ആ ഒരു ആണിനെയും ചേർത്തിട്ട് അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപവാദം പറഞ്ഞു കഴിഞ്ഞാലേ ആ പെണ്ണ് താന്ന് പോവുള്ളൂ. അപ്പൊ അത് പലർക്കും അറിയാവുന്ന കാര്യം കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് അത്ര എക്സ്പീരിയൻസ് ജീവിതത്തിനോടില്ല, അനുഭവങ്ങൾ കുറവായത് കാരണം, അതിന് പക്വതയും പാകതയും ഇല്ലാത്തത് കാരണം കൊണ്ടാണ് അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതും അങ്ങനെ ഒരു കാര്യം ചെയ്തതും. പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വന്നത് 2 പൈത മക്കളാണ് അല്ലെ. ഭർത്താവിന് വേറെ ഒരു പെണ്ണിനെ കിട്ടും ചെയ്യും, അവര് സുഖമായിട്ട് ജീവിക്കും ചെയ്യും, അയൽവാസികൾക്ക് മറ്റുള്ള കാര്യങ്ങളാവും ചെയ്യും. ഇന്ന് വരെ അതിന്റെ ഏത് ചെയിനാ പോയിന്നോ എവിടെയാണെന്നോ 10 പവനോളം ഉണ്ട് എന്നാ പറഞ്ഞു, 9 പവന്റെ മേലെ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതുവരെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ, കേസിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വന്നിട്ടുമില്ല. ഇത് ആ കാരണം പറഞ്ഞ് സാധനം ഉണ്ടെങ്കിൽ ഇന്നലെ നാളെ അത് കാണണ്ടല്ലേ. അതിന് മാത്രമുള്ള ഇതൊന്നും സംഭവം ഇല്ലല്ലോ.
ഒരു പൊന്ന് പോയതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്രയോ പെട്ടെന്ന് ആ വീട്ടുകാരെ തന്നെ പിടിച്ചു കുലിക്കുന്ന പുറത്ത് കിട്ടുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെ പ്ലാൻ ചെയ്ത പരിപാടിയാണെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ജീവന് നമ്മൾ കളയേണ്ട ഒരു ആവശ്യമില്ല. ദുനിയാവ് വലുതാണ്. എവിടെ പോയാലും ഏത് അറ്റത്ത് പോയി തൽക്കാലം അവിടെ നമ്മൾ മാറി നിൽക്കണമെങ്കിൽ തൽക്കാലം മാറി നിൽക്കണം. മാറി നിന്ന് എവിടെങ്കിലും പോയി നിന്നിട്ട് അവരെ കാണുമ്പോഴേ നമുക്ക് വിഷമമുള്ളൂ. അവിടെ പോയി നിന്നിട്ട് എവിടെ ദുനിയാവിൽ എവിടെയും പോയി നിൽക്കാന്ന്. നമുക്ക് അധ്വാനിക്കാൻ ഇപ്പൊ പഠിപ്പ് തന്നെ വേണമെന്നില്ല. അധ്വാനിക്കാൻ കയ്യും കാലുണ്ടെങ്കിൽ എവിടെ ആരെ വീട്ടിൽ പണ്ട് പാത്രം കൈ കൊടുത്താൽ അവനാന്റെ അന്ന ഉപജീവന മാർഗം കഴിയും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ജീവിച്ചിട്ടെങ്കിലും നാളെ പിറ്റേന്ന് തിരിച്ചു വന്നിട്ടെങ്കിലും അങ്ങനെയും ചെയ്യാം. പല മാർഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മളോട് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനോ അതിനൊന്നും മൈൻഡ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇത് ഈ രീതിയിൽ ആര് ആ കുഞ്ഞിനെ ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അതെന്തായാലും തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ളിൽ തന്നെ ഇപ്പൊ കണ്ടുവരുന്ന കാലം കൊണ്ടൊക്കെ ഇപ്പം തന്നെ മൂലം കൊണ്ട് തന്നെ പെട്ടെന്നാണ് മറുപടി കിട്ടുന്നത്. പക്ഷെ ഈ ജീവൻ പോയതിന് ശേഷം അവർക്ക് ഒരു ദിവസം പോലും ഒരു രാത്രി പോലും ശരിക്കും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സ്വസ്ഥത എന്നുള്ളതോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇത് ഏത് നേരം ഈ മരണം അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അത് സത്യല്ലേ? അപ്പോ അതാണ് പറഞ്ഞത്, കർമ്മം അത് കൊണ്ടേ തീരുള്ളൂ. ഇവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് എവിടുന്നായാലും ഇന്ന് നമ്മളിലല്ലെങ്കിൽ നമ്മളെ മക്കളിലൂടെ അല്ലെ. അപ്പൊ നമ്മൾ ആര് എന്ത് എന്ന് നോക്കിയിട്ട് തീർച്ചയാണ് എന്ന് തെളിവൊക്കെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഒരാളിൽ ആരോപിക്കാൻ പാടുള്ളൂ. കുറ്റങ്ങൾ പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളായാലും. അപ്പൊ നമ്മൾക്ക് അത് തെളിവില്ലെങ്കിൽ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ ആ ആളെ പേര് കൊടുക്കാനും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് പറയാനും പാടില്ല. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു ഊഹിച്ചിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് വളരെയധികം തെറ്റാണ്. ഇന്നിപ്പോ ആ കാരണത്താലാണ് ആ ജീവന പോയിക്കണമെങ്കിൽ അതിന് ഉത്തരവാദി ആ പറഞ്ഞ വ്യക്തി മാത്രമാണ് അല്ലെ. അപ്പൊ നാളെ സാധനം ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്ന് എടുത്തിട്ട് അവളെ ജീവൻ കൊടുക്കും? ആ മക്കളെ മുന്നിൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ലോകത്തിന് മുന്നിൽ എന്ത് മറുപടി പറയും? നാളെ ആ കുഞ്ഞുങ്ങളെ കാണുമല്ലോ. അപ്പോ അതിന് ഉത്തരവാദിയായ നിങ്ങൾ ആളെന്താണ്? അപ്പൊ ഒന്നില്ലേ രണ്ടു വാക്ക് പറയണമെന്ന് മാത്രം വിചാരിച്ചാണ് ജസീലനെ കുറിച്ചിട്ട്. ഇതുപോലെ ആരും ആവരുത്. ഇങ്ങനെയൊക്കെ ആര് എന്ത് ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ജീവൻ എടുത്തിട്ട് കളിക്കരുത് മക്കളെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിലൂടെ അറിയിക്കുക. ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.